ഞങ്ങളിന്ന് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടിയും വിച്ചുവും അമ്മിച്ചുവും. എന്താണ് അമ്പലത്തിൽ വന്നിട്ട് എന്ത് പ്രാർത്ഥിച്ച്? അമ്മുക്കുട്ടി എന്ത് പ്രാർത്ഥിച്ച്? തമ്പാട്ടിൻ്റെ അടുത്ത് പറ, എന്ത് പ്രാർത്ഥിച്ച് അമ്മുക്കുട്ടി? പറ, എന്താ പ്രാർത്ഥിച്ച്? പറ, എന്ത് പ്രാർത്ഥിച്ച്? ഉമ്മ കൊടുത്താ? ദേവിന്റെ മുമ്പിൽ എന്താ പ്രാർത്ഥിച്ച്? പറ. മനസ്സിലായില്ല. വിച്ചുവിനെ പറ. വിച്ചുവിനെ പെടുത്തണേ. എന്താണ് വിച്ചു? മനസ്സിലായില്ല, കേട്ടില്ല. എങ്ങനെ തൊഴുതിന്ന് കാണിച്ചാ? എങ്ങനെ തൊഴുതി അമ്പലത്തിൽ പോയിട്ട്? എങ്ങനെ തൊഴുതി? സൂപ്പർ. അമ്മമാര് വന്നിട്ട് ഒരാൾ പൈസ കൊടുത്തപ്പോൾ രണ്ടാളെ കൂടിയിട്ട് 20 10 രൂപ കൊടുത്തിട്ട് അവർ തമ്മിലാണ് വഴക്കുന്നത്. അമ്പലത്തിൽ വരുമ്പോൾ കാണാനുള്ള കാഴ്ചകൾ ഒരുപാട് ദുഃഖങ്ങൾ കാണാം, സന്തോഷങ്ങൾ കാണാം, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ കാണാം, ഒരുപാട് സംഭവങ്ങൾ കാണാം. അങ്ങനെ ആളുടെ മനസ്സെങ്ങനെയാണ് അതിൻ്റെ അമ്പലത്തിൽ എന്താ പ്രാർത്ഥന? ഫസ്റ്റ് പ്രാർത്ഥിച്ചത് ഈശ്വര എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചു. പറയാൻ പാടില്ല, ഇല്ല സത്യം. പിന്നെ പറഞ്ഞു വിച്ചുവിന് കുറച്ച് ദേഷ്യമൊക്കെ കുറയ്ക്കണേന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമത് ഫസ്റ്റ് അതന്നെയാണ് പ്രാർത്ഥിച്ചത്. ബാക്കി നല്ലത് വരുത്തണേ. വിച്ചു എന്താ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച്? സത്യം പറയണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിച്ച്? അമ്മേ ദേവി കാത്തുരക്ഷിക്കുന്നു, സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവണം, തൊഴിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഒരു കേടില്ലാണ്ടിരിക്കണം. എനിക്ക് ആരോഗ്യത്തിനും ആയുസ്സിനും കേടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് എനിക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുമല്ലോ. എനിക്ക് ഒന്നിനും കഴിവില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാനെപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എനിക്ക് വേണ്ടി ഫസ്റ്റ് പ്രാർത്ഥിച്ചില്ല. ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റും. എനിക്ക് ആയുസ്സിനൊരു കേടില്ല, അല്ലെങ്കിൽ തൊഴിലിന് തടസ്സങ്ങളില്ല, ആരോഗ്യത്തിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ എനിക്കെല്ലാം നടക്കും. പിന്നെ ബാക്കിയൊക്കെ വിധി എന്ന് പറയും. വിധി എന്ന് പറയുന്ന 4 അക്ഷരം. അതല്ല